ഹലോ കൂട്ടുകാരെ, ഊട്ടി ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റു. കൊച്ചിന് സ്കൂളിൽ പോകണം, അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ ഇഡലി സാമ്പാറുമാണ്. ഒരുത്തി പുതച്ച് മൂടി കിടക്കണുണ്ടോ? ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കത്തുള്ളൂ. അന്നേരം ഞാൻ വിളിച്ചെല്ലാം എഴുന്നേപ്പിച്ച് റെഡിയാക്കും. രാവിലെ ഇഡലിയാണ് അടുപ്പിൽ വെച്ചിരിക്കുക. എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? നല്ല ചൂട് സാമ്പാർ. ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എടുക്കണം. ഒരാളെ നമ്മൾ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകണം, കുളിക്കണം, എന്നിട്ട് വാ. ഒരു കായൊക്കെ പറഞ്ഞിട്ട് എഴുന്നേൽ. ഉറക്കപ്പിച്ചയാണേ. ശരി, ഇരിക്കേ. ഇത് കഴിക്കാൻ കൊടുത്ത് വെച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഇനി അതും കൊണ്ട് കുറച്ച് നേരം ഇരിക്കും ഇവിടെ. ഭയങ്കര ചുമയാണ്. ഒരാഴ്ച സ്കൂളിൽ പോയില്ലായിരുന്നു. ഇന്നലെ തൊട്ടാണ് പോകാൻ തുടങ്ങി. പനിയും ചുമയുമായിരുന്നു. പിന്നെ മരുന്നൊക്കെ കൊടുത്ത് വേണം വിടാൻ. എളുപ്പം കഴിക്കുമോന്നേ. ഒരാൾ നിന്നുകൊണ്ട് കഴിക്കുക. രാവിലെ അമ്മ എഴുന്നേറ്റ് വരുമ്പോൾ നടുവിന് ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇച്ചിരി വെയിലൊക്കെ ഉറച്ച് കഴിഞ്ഞ് ഇരിക്കത്തുള്ളൂ. ഇനി ആ ബെൽറ്റ് കെട്ടി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞാലേ ഇരിക്കാൻ പറ്റുള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വേദന, ഭയങ്കര കരച്ചിലാണ്. നമ്മൾ രാവിലെ പിടിച്ച് പൊക്കണം. പൊക്കി വേണം എഴുന്നേൽപ്പിക്കാൻ. ബാത്റൂമിലൊക്കെ പിടിച്ചുകൊണ്ട് കയറ്റണം. ഒരു വെയിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വേദനയ്ക്ക് കുറവ് കിട്ടും. വേദനയുടെ ഗുളിക ഉണ്ടെന്നില്ല. എപ്പോഴും എല്ലാ ദിവസവും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. നല്ല വേദനയുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. വാവച്ചി വാടി. ഇവിടെ ഒരാൾ കുളിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. തലയിൽ ഇച്ചിരി എണ്ണയൊക്കെ വെക്കുക. ഞാൻ സ്കൂളിൽ വെച്ച് വരച്ച പടം ഉണ്ട്. അവിടെ സ്കൂളിലെ പടമാണ് കാണിക്കുന്നേ. കുളിക്കാൻ തുടങ്ങും. ഒരു ഫ്ലവർ. 9 മണിയാകുമ്പോൾ പോയാൽ മതി. ഇവിടെ അടുത്താ സ്കൂള്. ഭയങ്കര ചുമയാ. മരുന്ന് കൊടുക്കുക. പനിയായിരുന്നു. മരുന്ന്, ചുമയുടെ മരുന്നാണ് കൊടുക്കുന്നത്. വീഡിയോ പോയിട്ടുണ്ട്.
കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിരിക്കുവാണേ. സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുക. അപ്പം ഞാനാണ് കൊണ്ടുവിടുന്നത്. അപ്പം ഇവിടെ മുടിയൊക്കെ കെട്ടി കൊടുക്കണം, റെഡിയാക്കണം. അപ്പം ഞങ്ങൾ പോകാൻ ഒരുങ്ങുക. ഇവള് സ്കൂളിൽ വരച്ച പടമാണ്. ഇതെല്ലാം ഒന്ന് കാണിക്കാം. വീട്ടിൽ ഇരുന്ന് വരയ്ക്കുന്ന എങ്ങനെ ഉണ്ടെന്ന് പറയണേ. കണ്ടോ? ഇനി അവക്ക് ഇത് കാണിച്ചില്ലേലൊരു വിഷമം. ഇതൊക്കെ ഇരുന്ന് തന്നെ ഇരുന്ന് വരയ്ക്കുന്ന ഉണ്ടോ? ഉമ്മായി ഇരുന്നോണ്ട് വരയ്ക്കുന്ന ഇതൊക്കെ. നിങ്ങളുടെ കൊച്ചിൻ്റെ പടം എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. കൊള്ളുമെങ്കിൽ കൊള്ളൂന്ന് പറയണം. കമൻ്റ് ഇടണേ. ഇത്രയേ ഉള്ളേ. അപ്പം ഞങ്ങൾ മുടിയൊക്കെ കെട്ടിട്ട് ഇവിടെ ഒന്ന് റെഡിയാക്കട്ടെ. ആ ഫാൻ ഇടുവാനോ മുടി കേട്ടോ. ഭാഷം കേട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാതോലൊക്കെ കെട്ടിക്കൊടുക്കും. ഇങ്ങനൊന്നും അല്ല കൊച്ചേ. കിട്ടുന്നു ഞാൻ ഇങ്ങനല്ലേ. എനിക്കിവിടെ വേഷം കെട്ടൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ അല്ലാതെ ഇവിടെ ഒരുക്കമൊന്നും ആയിട്ടില്ല. പൊട്ട് കുത്തുന്നതേ ഉള്ളൂ. നോയിക്ക് തന്നെ മുടിയൊക്കെ കെട്ടി വെച്ചിരിക്കുവാണേ. ഓരോ ദിവസം ഓരോ കെട്ടാ കെട്ടിക്കൊണ്ട് പോകും. ഞാൻ റെഡിയായി നിൽക്കുവാണേ. വാച്ചി തലയുടെ ഒരു പുഴു പിടിക്കും. ഞങ്ങൾ 9 ആകുമ്പോഴേ ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. ഇവിടെ കുറച്ച് പോയാൽ മതി സ്കൂളിലോട്ട്. എവിടെ പൈപ്പ് തുറന്ന് സൗണ്ട് കേൾക്കും. ഇനി വന്നിട്ട് ചോറ് കറി എല്ലാം റെഡിയാക്കണം. തുണി കഴുകണം, എല്ലാം ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ബൈ.